കുഞ്ഞൻ ഫ്രം ഫോർട്ട് കൊച്ചി. പല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേരിൽ ഹായ് പുണ്ട വിളിച്ചിട്ട് പോകും. വേറെയാണ് വിചാരമിൽ. വാട്ട് വിചാരം ഇസ് നത്തിങ്. വിവരവും വിദ്യാഭ്യാസത്തിൽ ഒരുത്തി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു കാണും. ഓറഞ്ച് ഓൾവേസ് ഹാപ്പിനെസ്. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എൻ്റെ കൂടെയുള്ള പച്ചപ്പരിഷ്കാരിയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ആരും പറയില്ല. കാര്യം മലയാളം സിനിമയുടെ എവർഗ്രീൻ ഫോർ എവർ ഫേവറിറ്റ് ഫ്രീക്കനാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എൻ്റെ കൂടെ കുഞ്ചൻ. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സിൽ കുഞ്ചൻ എന്ന് പറയുന്ന ഫ്രീക്കൻ ഞാൻ വിചാരിച്ചതൊരു കൂളിംഗ് ഗ്ലാസ്, നടുവിന്ന് വകച്ചില്, ബീച്ച് ടീഷർട്ട്, എന്താണ് ജുബ്ബയൊക്കെ ഇട്ട് വന്നത്? കാലഘട്ടത്തിൽ മാറണമല്ലോ. അതല്ല, എനിക്ക് ഒരു ഗ്ലോ കിട്ടും കളർ അനുസരിച്ച്. ഓറഞ്ച് ഹാപ്പിനെസ്. ഓറഞ്ച് ഓൾവേസ് ഹാപ്പിനെസ്. അത് കൊള്ളാം. പക്ഷെ അല്ലാതെ എപ്പോഴെങ്കിലും ഈ ഫ്രീക്കൻ ലുക്കിലൊക്കെ ഇപ്പൊ കറങ്ങി നടക്കലുണ്ടോ? എന്റെ കൂടുതൽ ഫ്രണ്ട്സും ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. അതാണ് ലാംഗ്വേജില്. ലാംഗ്വേജ് മാത്രമല്ല, പിന്നെ അവരുടെ വസ്ത്രധാരണ രീതി, കാലങ്ങൾ, അവരുടെ വേ ഓഫ് ഒരു ഫ്രീക്കായിരുന്നു അന്ന്. അന്തക്കാലത്തെ ഫ്രീക്കനാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോ പ്രേം നസീർ, ജയൻ, മധു, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിനീത്, റഹ്മാൻ, മമ്മൂട്ടി, മോഹൻലാൽ, ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ ടോവിനോ, ദുൽഖർ, പൃഥ്വിരാജ്, എല്ലാവരുമായിട്ടും കണക്ട് ചെയ്ത് എല്ലാവരുടെ വർക്ക് ചെയ്ത്. നമുക്ക് അത്രയും പറയാനൊക്കെയുള്ളൂ. കാരണം ഇത് അനുഭവിക്കാനുള്ള യോഗ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് കാണാൻ നമുക്കും. പക്ഷെ ഈ എല്ലാ ജനറേഷൻസുമായിട്ട് ഈ വൈബ് സെറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകും? അല്ല, അത് നമ്മൾ ഇത് നമ്മുടെ തൊഴിലാണ്, നമ്മുടെ ചോറാണ്. നമ്മൾ ആരെയും വെറുപ്പിക്കാതെ പോവുക, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ആരെയും വെറുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് നമ്മളെല്ലാം വേറെ 6 അടി മണ്ണിൻ്റെ ജന്മികളാണ്. ഉള്ള കാലത്തുള്ള സന്തോഷമായിട്ട് എല്ലാവരും ആരെയും വെറുപ്പിക്കാതെ ചില്ലായിട്ട് ജീവിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ചൻ എന്ന് പറയുന്ന പേര്, ഈ ഫ്രീക്കന്റെ ശരിക്കുള്ള പേര് കുഞ്ചൻ എന്നല്ലല്ലോ? അല്ലല്ല, എൻ്റെ ശരിക്കുള്ള ഒരു മോഹൻദാസ്. അതെങ്ങനെ കുഞ്ചനായി? അത് തിക്കൃഷി മാമൻ, പഴയ തിക്കൃഷി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് ആ പേരിട്ടത്. കാരണം ചട്ടക്കാരിലൊരു മോഹൻ, എൻ്റെ സിനിമയ്ക്കകത്ത് ആദ്യം മോഹൻ എന്നായിരുന്നു. അപ്പോൾ ചട്ടക്കാരിലൊരു മോഹൻ വന്നു. അപ്പോൾ 2 മോഹനും കൂടി കൺഫ്യൂഷൻ ആകണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളിയാണ് പേര് മാറ്റിയത്. തമിഴ്നാട്ടിൽ നിന്നാണോ ഫ്ലാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഫ്ലാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യും. അതെന്താണ് കഥ? അതൊരു കഥയെന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യ പിണക്കത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ചാടിപ്പോയി, പിണങ്ങി പോയ പുത്രൻ. അങ്ങനെ പോയി. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആനമൽ എസ്റ്റേറ്റിൽ, ഒരു ഹെഡ് നേഴ്സായിരുന്നു. അവിടെ കൂടിയപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ അന്ന് ട്വിസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ട്വിസ്റ്റ് ഡാൻസ് അതെന്താ സംഭവം? ചുമ്മാ ഹിപ്പ് കൊണ്ടുള്ള ഡാൻസാണ്. ആ കാലഘട്ടത്തൊക്കെ ഫേമസ് ആണ്. അപ്പോൾ അവിടെ പിന്നെ ടേബിളോ, അവിടുത്തെ ഒരു ജാനുവരി 1 അവിടുത്തെ യൂറോപ്യൻ മാനേജേഴ്സാണ് അവിടെ, ജെയിംസ് വിലാൻ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ 2-3 പിള്ളേരെ, തമിഴ് പിള്ളേരൊക്കെ അലോവിന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് മമ്മൂട്ടിയും കോടാലിയും കൈ കൊടുത്തിട്ട് ഇത് വന്നപ്പോൾ അവിടെ ഫോറിനേഴ്സാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഡാൻസും. കഴിഞ്ഞപ്പോൾ എനിക്ക് 101 രൂപയും ഒരു സിൽവറിൻ്റെ അല്ല, സിൽവറും അല്ല, സ്റ്റീലും അല്ലാത്തൊരു പാത്രം. അങ്ങനെ അവിടുത്തെ ചെറിയ സ്കൂൾ, അവിടെ അവർ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ചെറിയ ട്യൂഷൻ എടുക്കലും പരിപാടിയൊക്കെ ആയി. അങ്ങനെ അവിടെ നിന്ന് കൂടി, പിന്നെ അവിടെ നിന്ന് ചാടി നേരെ കോയമ്പത്തൂർ പോയി. ഈ ആൻറ്റിയുടെ മകൻ ഫ്ലൈയിങ് സ്ക്വാഡ് അവിടെ കയറി കോയമ്പത്തൂർ ഫ്ലൈയിങ് ക്ലബ്ബിൽ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചപ്പോൾ അവിടെ ചില ഏകാംഗ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ചെന്ന് വിട്ടുമ്പോൾ ഒരു തമിഴൻ. അപ്പോൾ ഞാൻ വളരെ മെലിഞ്ഞ ഇതിൽ മുട്ടുകാലം മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ള ശരീരമൊന്നും ഇല്ല. തമ്പി നീക്ക വാങ്ങാനപ്പോൾ എന്നെ വിളിച്ച്, നീ பார்த்தா நாகேஷ் மாதிரி இருக்கு, எனக்கு ஆக்ட் பண்ண முடியுமா? ഞാൻ പറഞ്ഞു, ആക്ട് பண்ண முடியுமா? ഇത് நான் வந்த நாளைக்கு ஒரு டாக்குமெண்ட் எடுக்குது, நீ வருமா? 250 രൂപ തരേ. 250 രൂപ? മൈ ഗോഡ്. ശരി സാർ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. എന്നെ രാവിലെ വന്നപ്പോൾ വണ്ടി വരുന്നു, മേട്ടുപ്പാളയം എന്ന് പറഞ്ഞൊരു കാളി ക്ഷേത്രത്തിലേക്ക് വിട്ടുപോകും. മനസ്സിലൊക്കെ സിനിമ നടനായി. 250, 250. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ഹാപ്പി ക്രിസ്മസ്. അവിടെ ചെന്ന തുണിയെല്ലാം ഉലിയാൻ പറഞ്ഞു. ഉലിച്ചിട്ട് ഒരു കബീനെ മാത്രം എൻ്റെ 2 കൈയും 2 കാലും 4 കുറ്റിയിൽ കെട്ടിയിട്ട്. അടിമയാണോ? ഒരു കെട്ടിയിട്ട് നിലത്ത്. കുറച്ച് ഈ പൊക്കം കുറഞ്ഞ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചിന്ന കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൊട്ടപ്പുറത്ത് കുറച്ച് ആളുകൾ 10-20 കൂടെയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഈ കൂടക്കകത്ത് ഇത് മുഴുവൻ പാമ്പായിരുന്നു. ഒറിജിനൽ എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് ഇട്ടു. ഞാൻ അയാളോട് പറഞ്ഞു, സാർ എന്നെ വിട്ടിടുங்க സാർ, എനിക്ക് അഭിനയിക്കാൻ വേണ്ടി 250 വേണ്ട സാർ.
മുതലൊക്കെ കൊല്ലകൂടാന്ന് പറയും എന്നെ അയാൾ വരട്ടാൻ തുടങ്ങി. അത് ശരി. അപ്പോഴത്തേക്ക് എല്ലാം പോയി മൂത്രമൊഴിച്ച് എന്തൊക്കെയായിരുന്നത് എനിക്ക് പാമ്പാണ് ഞാനാണെന്ന് അറിയില്ല. ആ നിലവാരത്തിലായി. അത് ഈ നമ്മളെ ചില നൂഡിൽസിനകത്ത് കിടക്കില്ലേ, ഒരു 10-100 അതിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ അപ്പം ഞാൻ കരയുന്നുണ്ട്. എന്നെ വിട്ട് മുതല കൊല്ലകൂടാതെ ഉനക്ക് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ എന്നെ വരട്ടാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 250 രൂപ തന്നു. എന്നാൽ ഭയങ്കര തലവേദനയും ശരീരവേദനയൊക്കെ. ഇവിടെ ഒരു ബബിൾ പോലെ, ഇവിടെ ഒരു ബബിൾ പോലെ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ അവിടെ ആദ്യം പോയിട്ട് ചൂട് ബിരിയാണിയൊക്കെ കഴിച്ചു. കാര്യം 250 രൂപ കിട്ടിയില്ല. തൊട്ടടുത്തൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, പ്രസന്നൻ എന്ന് പറഞ്ഞിട്ട്. അയാളെ പോയി കണ്ടപ്പോൾ അയാൾ പറയും ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ വിചാരിച്ചു പാമ്പ് കൊത്തിയതാണോ. അല്ല പാമ്പ് കൊത്തിയിട്ടില്ല. ഞാനും വിചാരിച്ചു ആദ്യം എന്തെങ്കിലും പാമ്പിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചു. അതൊന്നുമല്ല, ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ 28 ദിവസം കിടക്കുകയും ചെയ്തു. പിന്നെ 250 രൂപ കടക്കാരനായി. അതാണ് എൻ്റെ ആദ്യത്തെ അഭിനയം അനുഭവം. ഇതേ തമിഴ് കൂട്ടുകാരാണ്, മറ്റേ വണ്ടിക്ക് കാശ് എന്ന് കയറ്റിവിട്ട കൂട്ടുകാരൻ. അതെ അതെ അതെ, ഇതേ അയാൾ തന്നെ. പിന്നെ മദ്രാസിൽ പോയി നാഗകൃഷ്ണനോട് ഒരു സീൻ അഭിനയിച്ചു, മനവി എന്ന് പറഞ്ഞ തമിഴ് പടം. പക്ഷെ അത് റിലീസായില്ല. അത് 69-ല്. പിന്നെ റെസ്റ്റ് ഹൗസ് ആണ്. പിന്നെ റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതും മുടി വെട്ടാൻ കാശില്ലാത്തതുകൊണ്ട് മുടിയും താടിയും അത് ഈ ഉളിയുടെ ഒരു പരിപാടിയാണ്. ഇത്രയും വരെ കൃതാവ്. അതെ. അപ്പോൾ ഇങ്ങനെ എല്ലാ റെസ്റ്റ് ഹൗസിൽ ആളെടുക്കണമെന്ന് പറയും, കെ പി കുട്ടാരൊക്കെ പടം. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ രാഘവനുണ്ട്, പഴയ വിൻസെൻ്റ് അവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഓരോരുത്തരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും, എന്തെങ്കിലും കാണിക്കാൻ പറയും. ഞാനിങ്ങനെ കൗബോയ് പോലൊക്കെ ഹായ് ഹൂന്നൊക്കെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് നോക്കിയപ്പോൾ അത് അതിനകത്ത് ഹിപ്പികളാണ് ക്യാരക്ടേഴ്സ് മുഴുവൻ. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വിഗിൻ്റെ ആവശ്യമില്ല, അത്ര പൈസ ലാഭം. അത്ര. അങ്ങനെ എന്നെ ആ പടത്തിൽ വിളിക്കുന്നു. 50 രൂപ അഡ്വാൻസ് വരുന്നു. ആദ്യം പോയി ഒരു ചെരുപ്പ് വാങ്ങിച്ച്. അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഇതുപോലെ ഞങ്ങൾക്ക് റൂമൊന്നും എടുത്ത് തരില്ല. എല്ലാവരും കൂടെ ട്രാവലിംഗ് ബെഡ് എടുക്കണം. നമ്മൾ ഒരു ഹാളിനകത്ത് ഞാനുണ്ട്, വിൻസെൻ്റ് ഉണ്ട്, രാഘവൻ, എല്ലാവരും കൂടെ അവിടെ പോയി കിടക്കും. പിന്നെ ശ്രീലത അവരൊക്കെ വേറെ സെക്ഷൻ. അവിടെ നിന്നാണ് ശശികുമാർ സാറാണ് എൻ്റെ ഏറ്റവും കൂടുതൽ മദ്രാസിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ അദ്ദേഹമായ സംവിധാനം എന്ന് പറഞ്ഞ ശശികുമാർ സാറായിരുന്നു. പിന്നെ ബാക്കി ഒരുപാട് പടങ്ങൾ അഭിനയിച്ചെങ്കിലും അന്ന് കുഞ്ഞെ അതിനകത്ത് അഭിനയിച്ചൊരു സീനുണ്ട്, പാല് കൊണ്ടുവരുന്ന മോൻ അഭിനയിച്ച ഒരു 250 രൂപ കിട്ടും. ഓ ഹാപ്പി. റെസ്റ്റ് ഹൗസിന് 250 രൂപയായിരുന്നു തോന്നുന്നല്ലേ? അല്ല അവിടെ അത് 250 രൂപ. ആ 250 കുറേ വളർന്നു നമ്മൾ. അങ്ങനെ വളർന്നു. അല്ല നമ്മളൊക്കെ ഞാൻ പറയും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ താങ്ക് ഗോഡ് ഭാഗ്യവന്മാരാണ്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ കോമഡി അത്രയും ഇല്ല, കോമഡിക്ക് പ്രാധാന്യം. ഞാൻ ഇപ്പോഴും വളരെ ഏറ്റവും ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഇനി അതുപോലെ ഒരാൾ വരാൻ പോകുന്നതിലാണ് എന്നെ കണക്കൂട്ടൽ. പഴയ തമാശ എന്ന് പറഞ്ഞാൽ ബാസിയേട്ടനാണ് എൻ്റെ ഒരാൾ. ബാസിയേട്ടൻ പറഞ്ഞെങ്കിൽ മീന ചേച്ചി അല്ലെങ്കിൽ ലളിത അല്ല സുമാരി ചേച്ചി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വേലക്കാരൻ പയ്യനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കിട്ടുമ്പോൾ ഒരു സീനുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഇതുപോലെ ഒന്നുമല്ല, ഓരോ ഓഫീസിൽ നമ്മൾ കയറി ഇറങ്ങണം ചാൻസ് ചോദിച്ചിട്ട്. ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് താൻ ബാസിയെ പോയി കാണും. ബാസുചേട്ടനാണ്. അപ്പോൾ ബാസുചേട്ടനാണല്ലോ അന്ന് ഒരു തനിച്ച് കോമഡി എപ്പോഴും ട്രാക്ക് തനിച്ചായിരിക്കും. താൻ അതിനകത്തൊരു വിറക് വെട്ടുന്നൊരു പയ്യനുണ്ട്, അതിൽ അവിടെ ശരി അവിടെ ചെല്ലും. ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അങ്ങനെ സമയത്തിന് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ റോള് പോകും. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ രാഘവൻ കാണും, ചിലപ്പം വിൻസെൻ്റ് കാണും. അപ്പം ഞാൻ ഒരു സൈക്കിൾ വാങ്ങിച്ചാൽ ആദ്യം, കാരണം സമയത്തിനെത്താൻ വേണ്ടി. അങ്ങനെ സൈക്കിൾ ആദ്യത്തെ ശമ്പളത്തിൽ തന്നെ സൈക്കിൾ വാങ്ങിച്ചു. സൈക്കിൾ ഞാൻ ശശികുമാർ കാണാൻ വേണ്ടി പോയപ്പം സൈക്കിളൊക്കെ ഞാൻ ശരിക്കും പൂട്ടി വെച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പം സൈക്കിൾ ആരും അടിച്ചിട്ട് പോയി. ഞാൻ നിലവിളി സാർ സൈക്കിൾ പാത്തിങ്ങളാ എല്ലാം ഞാൻ ലോക്ക് പണിയാണ് സാർ നമ്പർ. ഞാൻ അത്രയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊരു അത് കഴിഞ്ഞ് കുറച്ച് പടങ്ങളൊക്കെ ആയപ്പം പിന്നെ പേരൊക്കെ മാറ്റിയതിന് ശേഷം ഒരു മോപ്പറ്റ് വാങ്ങിച്ചു. അതാണോ കുഞ്ചഹ? അതാണ് കുഞ്ചഹ. അതിൻ്റെ സ്റ്റിക്കറൊക്കെ മാറ്റി കുഞ്ചഹ എന്നിട്ട്. അപ്പോൾ പലയിടത്തും ഞാൻ പെട്രോൾ അടിക്കാൻ ചെല്ലും, സാർ യമഹ ബൈക്ക് പാത്തിരിക്കും സാർ, കുഞ്ചഹ ബൈക്ക് പാക്കവേ ഇല്ല. അതേ ലോകത്തിൽ ഒരേ ഒരു ബൈക്ക് தான் இருக்குது, കുഞ്ചഹ. സ്വന്തം ബ്രാൻഡ്. കുറച്ചുകൂടിയൊക്കെ ആയപ്പോഴും ഒരു ഫിയറ്റ് കാർ വാങ്ങിച്ചു. അങ്ങനെ കാലങ്ങൾ പോകുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നെ ഭയങ്കരമായിട്ട് കത്തിയതാണ് 80s നമ്മൾ ജസ്റ്റ് 90s കടന്നു കഴിഞ്ഞപ്പോഴാണ് കോട്ടയം കുഞ്ഞച്ചൻ്റെ ക്യാരക്ടർ. ഇപ്പോഴും എല്ലാവരും ഞാനിപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അതങ്ങ് വൈറലായി. അതത്ര പ്രതീക്ഷിച്ചിരുന്നോ?
ഇല്ല അതൊക്കെ ശ്രീനിവാസൻ അഭിനയിക്കേണ്ടതാണ്. ഞാൻ ഓട്ടിൻ്റെ സമയത്ത് അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ സ്ഥലത്ത് ഒരു സീനുണ്ട്, താൻ പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അതപ്പോൾ ഓട്ട് ഇത് രണ്ടും കൂടിയാണ്. ആ ഡയലോഗ് ഒന്ന് പറയാമോ? വിവരവും വിദ്യാഭ്യാസത്തിൽ ഒരുത്തി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു കാണും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു പച്ച പരിഷ്കാരിയായിട്ടുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സെയിം ഇയർ തന്നെയാണ് ഓട്ടോ റിലീസ് ചെയ്യുന്നത്. അതും ഭയങ്കര ക്ലിക്ക്. ഈ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആള് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസം. ഇപ്പൊ പറയുന്നു നെയ്ബർ ആയിരുന്നു മമ്മൂക്കയുടെ. എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് മമ്മൂക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടായിരുന്നു. ഞാൻ അവളെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ്റെ മകളായിരുന്നു, ഫോർട്ടുകൊച്ചിക്കാരൻ. ആ ഒരു അങ്ങനെ പരിചയപ്പെട്ട് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തത് എൻ്റെ കല്യാണമൊക്കെ എടുത്ത്. അപ്പോൾ ഈ കാശിന് വേണ്ടിയിട്ട് അന്നൊക്കെ ഒരുപാട് കാശ് വേണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. പല കമ്പനിയിൽ നിന്ന് 5,000 രൂപ 10,000 രൂപയൊക്കെ വാങ്ങിച്ചിട്ട് മമ്മൂട്ടി വിജയ സ്റ്റുഡിയോയിൽ ഞാനൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന അഥവാ നമ്മൾ ഓടി നടക്കുന്ന സമയമാണ്. മമ്മൂട്ടി ഒരു ഹാൻസം ബോയ്, ചെറുപ്പക്കാരൻ സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ട് വന്ന് പരിചയപ്പെട്ടു. ഞാനിങ്ങനെ ഇന്ന ആളാണ്. നമ്മൾ കാശ് കിട്ടാൻ ഓരോ കമ്പനിയിൽ നിന്ന് കാശ് കിട്ടാൻ ഭയങ്കര പ്രയാസം. 5-10 കിട്ടുന്ന കല്യാണമൊക്കെ എടുത്ത് വരികയാണ്. എന്താ കുറച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കാണുന്നില്ല. പുള്ളി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു 10,000 രൂപ ഉണ്ട് കയ്യിൽ വെച്ചു. നമ്മൾ ഒരു വലിയ എമൗണ്ടാണല്ലേ. നമ്മൾ മുൻപിലും വെച്ചോ, ഒരു നല്ല കാര്യം വരികയല്ലേ വെച്ചോ എന്ന് പറയും. ഞാൻ 3 മാസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ഒരു നല്ലൊരു മനസ്സ് മാത്രമല്ല, ആ സമയത്ത് നമുക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷം രൂപ കിട്ടിയതുപോലെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും എന്നും തുടങ്ങി അന്ന് മുതൽ ഇന്ന് മുതൽ. വീടിന്റെ പേര് നെസ്റ്റ് എന്നാണല്ലേ, കൂട്. അതെ. കൂട്ടിലുള്ള ആൾക്കാരെ പറ്റി. കൂട്ടിലുള്ള ആൾക്കാർ ഒരു ഭാര്യ. ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു ഭാര്യ 2 മക്കൾ. നമ്മൾ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്. കാരണം ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത, കാരണം എല്ലാവർക്കും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏകദേശം ഒരു 36-38 വർഷമായി രണ്ടാമത്തെ ബ്യൂട്ടീഷ്യനാണെന്ന് വേണം പറയാം ആ കാലഘട്ടത്തിൽ. നമുക്ക് ആക്ച്വലി ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ സ്റ്റാർ ആണ്, പക്ഷെ ഞാൻ നോക്കുമ്പോ കയ്യിലെടുത്തോണ്ടിരുന്ന ആള് സ്റ്റാറായി. എങ്ങനെ ഫീൽ ചെയ്യുന്നു? വളർത്തുവിടെന്നൊക്കെ പറയുന്ന പോലെ വെരി നൈസ് ബോയ്. ഇത്രയും വലിയൊരു സ്ഥിതിയിലായിട്ട് പോലും ഒരു ആർട്ടിസ്റ്റ് വൈസ് ഗുഡ് ആക്ടർ. ഒരു കുഴപ്പമില്ലാത്തൊരു പയ്യൻ. നമ്മളെ കാണുമ്പം ഇവൻ സുറിപ്പിയോത്സാഹ പെങ്ങള് റോട്ടിലൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവളെ കാറിന് വരിക, ആ കാറിൽ നിർത്തിയിട്ട് ഓടി വന്ന് അങ്കിൾ നമ്മൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തന്നിട്ട് അത്രയും. ഞാൻ പറഞ്ഞു ഇതൊക്കെ ആരായാലും ഈ വളർത്തുഗുണമെന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവമാണ് ഈ 2 പിള്ളേർ. നമ്മൾ താമസത്തിനും റൂമിനും വേണ്ടിയൊക്കെ പലതും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വെളിച്ചപ്പാട് തുള്ളുന്നത് ഒരു ഫ്രഷ് ഐറ്റമാണ്. അങ്ങനെ ഒരു പരിപാടി അതെപ്പോഴായിരുന്നു? അത് ഞങ്ങൾ മലമ്പുഴയിൽ കടത്തനാട് അമ്പാടി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ്, മോഹൻലാലാണ് ഹീറോ, പ്രിയാണ് ഡയറക്ഷൻ. അപ്പോൾ അന്ന് അത് ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടായിരുന്നു നേരത്തെ കല്യാണം. അപ്പം ഞങ്ങൾക്ക് അവിടെ ഷൂട്ടിംഗ് ആളുകളെല്ലാം കൂടെ താമസിക്കുമ്പം പെട്ടെന്ന് മാനേജർ വന്നിട്ട് റൂം മാറി കൊടുക്കണം, ഇന്ന് രാത്രി കുറച്ച് ഗസ്റ്റും അവർ ടൂറിസ്റ്റ് ആളുകളൊക്കെ വരും. ഞങ്ങൾ പറഞ്ഞു ഇത് എങ്ങോട്ട് മാറും ഞങ്ങൾ പെട്ടെന്ന്. അങ്ങനെ ഞാനും മോഹൻലാലും മണിയമ്പിള്ള രാജുവും ഇവരെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു പരിപാടി. അപ്പം ഞങ്ങൾ ഷൂട്ടിങ് കൊണ്ടുവന്ന് വിളിച്ചപ്പോണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങ് ചോപ്പ് ഇതൊക്കെ കെട്ടിയിട്ട് വെളിച്ചപ്പാടിന് എടുത്തിട്ട് കുറച്ച് കുങ്കുമോടെ തലയിലൊക്കെ ഇട്ടിട്ട്, അപ്പോൾ മണിയമ്പിള്ള രാജ ആദ്യം മാറിക്കോ, ഒരു ഒരാൾ പ്രാന്താണ് എന്താണെന്ന് ചെയ്യണമെന്നൊക്കെ ഉള്ള. അപ്പോൾ ആളുകൾക്ക് വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വാരോർ നോക്കിയാണ് ഒരു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ചില വാർഫീൽഡിൽ ഇപ്പോൾ കാണുന്ന ചെരുപ്പുകൾ മാത്രമുണ്ട്. ഇവർ അന്ന് രാത്രി സ്ഥലം വിട്ടു. അങ്ങനെയാണ് ആളുകൾ ഞങ്ങളെ ഓടിച്ച് അവിടെ താമസമാക്കി സ്ഥിരമായിട്ട്. പിന്നെ പോകേണ്ട കാലത്ത് വന്നില്ല. പക്ഷേ ഇതേ ക്യാരക്ടറിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നായിരുന്നല്ലോ. അതെ, എനിക്ക് ഇത്ര ആളുകൾ നിൽക്കുമ്പോൾ ഞാൻ ശോഭ വിളിച്ചു, ഹലോ നമ്മളെപ്പോഴും വെളിച്ചപ്പാടാണ്. അത് വിളിച്ചു. അപ്പം ശോഭ കുറച്ച് പിന്നെ വിളിച്ചിട്ട് കുഞ്ചൻ അന്നും ഫ്രീക്കനാണ് ഇന്നും ഫ്രീക്കനാണ്. അപ്പോൾ ഇതൊക്കെ ന്യൂ ജനറേഷൻ പോലെ ഫോളോ ചെയ്യുന്നുണ്ടോ സോഷ്യൽ മീഡിയ ഒക്കെ? ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ വീട്ടിലാണ്. എൻ്റെ മക്കളാണ് എൻ്റെ ആളുകൾ. അവർ മറ്റേ ഇന്നതിൽ വന്നിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിട്ടൊക്കെ പറയുന്നു. ഈ പഴയ ക്യാരക്ടേഴ്സിന്റെ വിഷ്വൽസ് ഇപ്പോഴും കിടന്ന് കറങ്ങുന്ന പോലെ തന്നെ കറങ്ങിയിട്ടുള്ള ഒരു ഭയങ്കര പഞ്ച് സീനാണ് നമ്മുടെ
മുംബൈ പോലീസിലെ സത്യവാചകം ചൊല്ലുന്ന സീൻ, അതിന്റെ ഒരു ഓർമ്മ എന്താണ്? അത് ഓർമ്മിച്ചാൽ അത് എൻ്റെ പിന്നിൽ എൻ്റെ സംവിധായകൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ മക്കളെ ഞാനിപ്പോൾ എൻ്റെ ഒരു മകളെ ഇതുപോലെ ഞാൻ നല്ല മകൾ ഭയങ്കര ഗംഭീരമായിട്ട് പോകുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ കുട്ടിക്ക് ഇയാളിപ്പോൾ വരണ്ടായിരുന്നു ഈ അച്ഛൻ ഒരു തോന്നരുത് എന്നുള്ളതായിരുന്നു. അതെന്താ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പിന്നെ റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ സംവിധായകൻ, പൃഥ്വിരാജ്, ഇവരൊക്കെ എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതൊരു 10-50 ടേക്ക് എടുത്തിട്ടുണ്ട് അത് അന്ന്. കാരണം ഇത് വരണ്ടേ നമുക്കിത് ഉള്ളിൽ നിന്ന് ഓരോ കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ കാണാപ്പടം പിടിച്ചൊക്കെ പറയണം. പിന്നെ പോലീസുകാരുടെ അതിൽ നിന്ന് ഒരു വാക്ക് വിട്ടു പോകരുത്. അങ്ങനെയൊക്കെ പക്ഷേ ദൈവാധീനം അതെല്ലാം വളരെ ഭംഗിയായിട്ട് വന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇറങ്ങുന്നതാണ് ഈ കുട്ടിയപ്പനാണെങ്കിലും നമ്മുടെ റൊമൺ ആണെങ്കിലും. ഞാൻ പിന്നെയും വീഡിയോസ് ഒക്കെ എടുത്ത് കാണുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതിന്റെ താഴേക്ക് ഇപ്പോഴും എന്ന് വെച്ചാൽ പണ്ടത്തെ കമന്റ്സ് ഒന്നുമില്ലേ, ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം മുമ്പ് ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേരിൽ ഹായ് മുണ്ട പോകും. കാര്യം എല്ലാത്തിലും ഇപ്പോഴും കമന്റ്സ് ഉണ്ട്. മലയാളത്തിലെ കാലത്തെയും ഫ്രീക്കൻ, അന്നും ഫ്രീക്കൻ, അതൊക്കെ കാണാറുണ്ടോ ഈ കമന്റ്സ് ഒക്കെ? ഇടക്കിടക്ക് മോള് കൊണ്ടുവന്ന് കാണിക്കും നമ്മുടെ മക്കളെ ആളുകൾ. അവർക്കിത് കാണുന്നത് ഇളയാൾക്ക് അച്ഛൻ അങ്ങനെ വയസ്സായിട്ടുള്ള റോളൊന്നും അഭിനയിക്കണ്ട എന്നുള്ള കണ്ട് അച്ഛൻ ആ ഫ്രീക്കായിട്ട് തന്നെ പോയാൽ മതി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അല്ലെ സ്റ്റൈലൊക്കെ അന്നും ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ആക്ടേഴ്സിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരെയാണ്? അല്ല എനിക്ക് എൻ്റെ തോന്നിച്ചു, കാരണം എൻ്റെ മോനെ പോലെ സ്നേഹിക്കുന്ന അവൻ തന്നെയാണ്, മമ്മൂട്ടി മോൻ തന്നെയാണ്, പൃഥ്വിരാജ്, ടൊവിനോ ആൻഡ്രൂ. അല്ല ഇവരൊക്കെ നല്ല പിള്ളേർ സ്റ്റൈലിഷാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറിയിട്ടുണ്ട്. വെൽ സെറ്റിലാണ് അവർ, വെൽ പ്ലാൻഡാണ്. ഞങ്ങളെപ്പോലെ ഒന്നുമില്ല. ഞങ്ങളൊക്കെ 5000 രൂപ ഒന്നിച്ച് കൈ കിട്ടിയപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കാരണം അന്ന് 5000 രൂപ കിട്ടുക എന്ന് പറയുന്നത് ബിഗ് എമൗണ്ട്. അപ്പോൾ ഇനി ചോദിക്കാൻ പോകുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ സംസാരിച്ച പോലെ അല്ല, എനിക്ക് പെർട്ടിക്കുലർ കുഞ്ചൻ സ്റ്റൈലിൽ വേണം. റെഡി സ്റ്റഡി ഗോ. എന്താണ് പേര്? എൻ്റെ പേര് മോഹൻദാസ് എന്നായിരുന്നു. കുഞ്ചൻ. മലയാളത്തിൽ കുഞ്ചൻ എന്ന് പറയും. കുഞ്ചൻ എവിടത്തുകാരനാണ്? കുഞ്ചൻ ഫ്രം ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി. ഓ, കൊച്ചിക്കാരനാണ്. കൊച്ചിക്കാരനായ കുഞ്ചൻ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? അങ്ങനെയൊന്നുമില്ല. ഓൾഡ് റൈസ് എന്ന് പറയുമ്പോൾ പഴഞ്ചോറ്. ഓ, പഴം കഴിഞ്ഞ്. ഓക്കെ. വേറെ? എവറിഥിങ്. റൈസ് ആൻഡ് any curry, പിന്നെ ചപ്പാത്തി, ചിക്കൻ കറി, എവറിഥിങ്. പഴങ്കഞ്ഞിയാണ് ഫേവറേറ്റ്? പഴങ്കഞ്ഞി is my favorite. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ തവണയും ഏതെങ്കിലും ഒരു പാട്ട് ഈ ഒരു സ്റ്റൈലിൽ പാടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കായൽ ഒഴുകത്ത് വലയെറിഞ്ഞപ്പോൾ വളക്കിളിക്കിയ സുന്ദരി. I mean, that's not Walla man, it's the bangle. It's okay. വേറെയാണ് വിചാരമിൽ. വാട്ട് വിചാരം ഇസ് നത്തിങ്. അങ്ങനെയുള്ള ചില മിനിക്ക് പണികളൊക്കെ ആയിരുന്നു. ഇതൊക്കെ സ്വന്തം കയ്യിൽ നിന്നുള്ളതായിരുന്നു? സ്വന്തം കയ്യിലുള്ള. ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജ് പെർഫോമൻസിലൊക്കെ പാടാറുണ്ട്. ഞാൻ ഉഷാദപ്പിൻ്റെ കൂടെ പാടിയിരുന്നു. ആണോ?